മധ്യ കേരളത്തിലെ പ്രമുഖ രൂപതകളിലൊന്നായ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഇടയൻ. വിജാതീയരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ നാമം സ്വീകരിച്ചിട്ടുള്ള രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് തൻ്റെ ദൈവവിളിയുടെ രഹസ്യങ്ങൾ തുറന്നു പറയുന്നു. അടിയുറച്ച വിശ്വാസ ജീവിതം നയിച്ച മാതാപിതാക്കളുടെ മകനായി പിറന്നതാണ് തനിക്ക് ദൈവസ്നേഹാനുഭവം നേടാൻ സഹായിച്ചതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ചാലക്കുടിക്കടുത്ത് കോട്ടാറ്റ് എന്ന സ്ഥലത്ത് മാവേലിക്കരയ്ക്കൽ കണ്ണൂക്കാടൻ കുടുംബത്തിൽ യൗസേപ്പ് മറിയം ദമ്പതികളുടെ 4 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ചു. മാതാപിതാക്കളുടെ അടിയുറച്ച പ്രാർത്ഥനാ ജീവിതമാണ് തന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായിച്ചതെന്ന് മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ഓർത്തെടുക്കുന്നു. നാളിതുവരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ സംഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരികളിൽ എനിക്ക് ഒതുക്കാനായിട്ട് കഴിയും. ദൈവം ഇത്രത്തോളം എന്നെ നടത്തി, തൻ്റെ ഉപകരണമാക്കി ഇത്രത്തോളം എന്നെ ഉയർത്തി. എൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ചിന്തയും ഇതാണ്: ദൈവമേ, അങ്ങേക്ക് നന്ദി. ഞാൻ കണ്ണൂക്കാടൻ തറവാട്ടിലാണ് ജനിക്കുന്നത്. മാവേലിക്കഴയ്ക്കൽ കണ്ണൂക്കാടൻ തറവാട്. ഈ തറവാട്ടിൽ യൗസേപ്പ്, മറിയം എന്നിവരാണ് എൻ്റെ മാതാപിതാക്കൾ. ഞാൻ കുടുംബത്തിലെ ഇളയ മകനായിട്ടാണ് ജനിക്കുന്നത്. ഞങ്ങൾ 4 മക്കളാണ്. ഈ 4 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ട് ജനിച്ചതുകൊണ്ട് തന്നെ മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ വാത്സല്യവും സ്നേഹവും എനിക്ക് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയുന്നതിൽ സന്തോഷമുണ്ട്. മാവേലിക്കഴയ്ക്കൽ കണ്ണൂക്കാടൻ തറവാട് ചാലക്കുടിക്കടുത്തുള്ള കോട്ടാറ്റ് പ്രദേശത്താണ് ഞങ്ങളുടെ അപ്പൻ്റെ വീട്. ഞാൻ ജനിക്കുന്നതും വളരുന്നതും കുമ്പടിഞ്ഞാമാക്കൽ പ്രദേശത്തുള്ള എൻ്റെ അമ്മ വീട്ടിലാണ്. അപ്പൻ്റെ വിവാഹം കഴിഞ്ഞ് തുടർന്നുള്ള കാലഘട്ടമൊക്കെ ഞങ്ങളുടെ ദേശം കുമ്പടിഞ്ഞാമാക്കലാണ്. എൻ്റെ ഇടവക കുഴിക്കാട്ടുശ്ശേരി ഇടവകയാണ്. കുമ്പടിഞ്ഞാമാക്കൽ അടുത്താണ് പള്ളിയെങ്കിലും ആ ഇടവക ദേവാലയം അറിയപ്പെടുന്നത് കുഴിക്കാട്ടുശ്ശേരി സെൻറ്റ് മേരീസ് പാരിഷ് എന്നാണ്. ഈ കുഴിക്കാട്ടുശ്ശേരി പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത് കുഴിക്കാട്ടുശ്ശേരിയിലാണ്. കുഴിക്കാട്ടുശ്ശേരിയുടെ ഒരറ്റമാണ് ഇടവക ദേവാലയം, മറ്റേ അറ്റമാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം. 1904 അവിടെ ഒരു ഇടവക ദേവാലയം പണിയുന്നത്. ധന്യനായിട്ടുള്ള വിധേയത്തിലച്ഛനാണ് ആ ഇടവകയുടെ ആദ്യത്തെ വികാരിയും ആ ദേവാലയ നിർമ്മാണം നടത്തിയതും. എൻ്റെ പ്രാഥമിക പഠനം നടത്തുന്നത് കുമ്പടിഞ്ഞാമാക്കൽ പ്രദേശത്തുള്ള കുഴിക്കാട്ടുശ്ശേരി ഇടവകയുടെ LFLPS സ്കൂളിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇളയ മകനായിട്ടാണ് ജനിക്കുന്നത്. എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ എന്നേക്കാളും 5 വയസ്സിന് വ്യത്യാസമുണ്ട്. ചേട്ടനേക്കാളും മൂത്ത പെങ്ങൾ 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ 5 വയസ്സിന് വ്യത്യാസത്തിലാണ് ഞങ്ങളൊക്കെ. എൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്, അതോടൊപ്പം തന്നെ കച്ചവടക്കാരനും കൂടിയാണ്. ആ പ്രദേശത്ത്
അന്ന് കാലഘട്ടത്തിൽ പാവപ്പെട്ട മനുഷ്യർ തങ്ങളുടെ പറമ്പിലുള്ള ആദായം, തെങ്ങ്, അടയ്ക്ക തുടങ്ങിയവ ആദായമെടുക്കാനായിട്ട് അപ്പനെ ഏൽപ്പിക്കും. അപ്പൻ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം മുൻകൂറായിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങളുടെ പറമ്പിലെ തെങ്ങ്, തേങ്ങ, അടയ്ക്ക തുടങ്ങിയവ കമ്മതിയായിട്ട് വാങ്ങിച്ച് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് വാങ്ങിച്ച് അതിനുള്ള തുക നേരത്തെ കൂട്ടി അഡ്വാൻസായിട്ട് കൊടുക്കുന്നു. അപ്പം ജോലിക്കാരെ കൊണ്ടുപോയി ആ പറമ്പിലെ ആദായം എടുത്ത് അത് വിൽക്കുന്നു. അങ്ങനെ നാളികേരം, അടയ്ക്ക ഇതിൻ്റെയൊക്കെ കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് അപ്പൻ. അമ്മ ഹൗസ് വൈഫായിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പാപ്പനുണ്ടായിരുന്നു, അമ്മയുടെ അപ്പൻ. ഞങ്ങൾ അമ്മ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അപ്പനും അമ്മയും ഞങ്ങൾ 4 മക്കളും അപ്പാപ്പനും അടങ്ങുന്നതാണ്, അതായത് അമ്മയുടെ അപ്പനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. അതിരാവിലെ അപ്പാപ്പൻ എഴുന്നേറ്റ് ജപമാല ചൊല്ലി തൻ്റെ ദിവസം ആരംഭിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഉണരുമ്പോൾ കാണുന്നത് അപ്പാപ്പൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. കൃഷിയിൽ താല്പര്യം കാണിക്കുകയും നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തി. ഈ ജോലിയുടെ തിരക്കിലും ഏറ്റവും മുമ്പ് പള്ളിയിൽ എത്തുന്ന കാരണവന്മാരിൽ ഒരാളായിരുന്നു അപ്പാപ്പൻ. അപ്പാപ്പൻ്റെ കാലഘട്ടത്തിൽ അന്ന് സുറിയാനി കുർബാനയായിരുന്നു. കുർബാനയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളൊന്നും സാധാരണക്കാർക്ക് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് മറ്റു പ്രാർത്ഥനകൾ കൊന്ത ചൊല്ലുകയോ തിരുഹൃദയ ജപമാല ചൊല്ലുകയോ ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. പാപ്പനും അതുപോലെ അനുവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയും വീട്ടിലെ അടുക്കളയിലെ ജോലികൾ അതിരാവിലെ എഴുന്നേറ്റ് തീർത്തതിന് ശേഷം മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അമ്മ മരിക്കുന്നുവരെ അനുദിന കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു, പ്രത്യേകിച്ച് തീർത്തും കിടപ്പിലാകുന്നവരെ. ഇവിടെ 2 പേരുടെയും വലിയ മാതൃക എന്നെ വളരെയേറെ ദൈവീക ചൈതന്യത്തിലേക്ക് വരുവാൻ പ്രചോദിപ്പിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഞാനും എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലും ചെറുപ്പകാലത്തുമൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പള്ളിയിൽ പോയി അതിരാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ അന്നത്തെ ദിവസം സംതൃപ്തിയില്ലാത്ത ദിവസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചിലപ്പോഴും വികാരിയച്ഛൻ ധ്യാനത്തിന് പോകുന്ന അവസരം, ഇടവപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയില്ലാത്ത ദിവസങ്ങൾ, ഞങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള ഇടവകയാണ് കാരൂർ ഇടവക. 2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ആ ഇടവപ്പള്ളിയിൽ എത്താനായിട്ട്. ഞങ്ങൾ ആ ദിവസങ്ങളിൽ പുഴിക്കാട്ടുശ്ശേരി എൻ്റെ ഇടവപ്പള്ളിയിൽ കുർബാനയില്ലാത്ത ദിവസങ്ങളിൽ ആ പള്ളിയിൽ പോയി 2 കിലോമീറ്ററോളം നടന്ന് ആ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന് സ്കൂളിലേക്ക് പോവുക പതിവായിരുന്നു. അത്രമാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ള വലിയ താല്പര്യം കൊച്ചു ചെറുപ്പത്തിൽ മുതലേ എനിക്കുണ്ടായിരുന്നു.
അതിന് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അപ്പാപ്പൻ്റെയും അതോടൊപ്പം തന്നെ അമ്മയുടെയും ജീവിത ശൈലിയാണ്. സ്കൂൾ പഠനകാലത്തും മൈനർ സെമിനാരി കാലത്തും ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്ന പോളി പിതാവ് ഫിലോസഫി, തിയോളജി പഠനകാലങ്ങളിൽ പഠന നിലവാരത്തിൽ മികച്ച വിജയങ്ങൾ നേടിയ അനുഭവമാണ് പങ്കുവെക്കുന്നത്. എൻ്റെ ഹൈസ്കൂൾ പഠനം ആളൂര് RMHS ഹൈസ്കൂളിലായിരുന്നു. രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂൾ. ജോൺ പുല്ലോക്കാരനച്ചിൻ്റെ കാലഘട്ടത്തിലാണ് സ്കൂളിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അത് സ്റ്റാഫ് മാനേജ്മെൻറ്റിന് വിട്ടുകൊടുത്തു. TT വറീദ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന വർഷമാണ് 1976 ഞാൻ എൻ്റെ SSLC പഠനം പൂർത്തീകരിച്ച് സ്കൂളിൽ നിന്നും പാസിംഗ് ഔട്ടാവുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ ജോണി ചേട്ടൻ അപ്പനെ സഹായിക്കുകയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠനം തുടർന്നില്ല. അപ്പൻ്റെ കച്ചവട കാര്യങ്ങളിലും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിലും അപ്പനെ സഹായിച്ചു പോന്നിരുന്നു. രണ്ടാമത്തെ ജ്യേഷ്ഠൻ തൻ്റെ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടി. ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു. എൻ്റെ പെങ്ങള് സിസ്റ്റർ മേഴ്സിലിറ്റ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ അംഗമായി ചേർന്ന് നല്ലൊരു സമർപ്പിതയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അവരും സമർപ്പിത ജീവിതത്തിൽ ധന്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ മുന്നോട്ട് പോവുകയും എനിക്കിവരുടെയൊക്കെ വലിയ പ്രോത്സാഹനവും പിന്തുണയും തുടർന്നുള്ള എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് പറയട്ടെ. ഞാൻ അൾത്താരബാലനായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നു. അതുപോലെ CLCയിലെ അംഗമായിരുന്നു. ഒട്ടുമിക്ക ദിവസങ്ങളിലും എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ അവസരം കിട്ടുമായിരുന്നു. കുർബാനയ്ക്ക് കൂടാൻ അവസരം മാത്രമല്ല, ലേഖനം വായിക്കാനുള്ള അവസരവും മിക്ക ദിവസങ്ങളിലും എനിക്ക് തന്നെയാണ് ലഭിച്ചിരുന്നത്. നോമ്പ് കാലഘട്ടത്തിൽ കുരിശിൻ്റെ വഴി നടത്താനായിട്ട് ഞാൻ തന്നെയാണ് പലപ്പോഴും നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടെ പങ്കെടുക്കാൻ വികാരിയച്ചന്മാർ എന്നെ നിയോഗിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം എൻ്റെ പൗരോഹിത്യ ദൈവവിളിയിലേക്ക് എന്നെ ഓരോ ചുവട് അടുപ്പിച്ചിരുന്നു. ആരംഭ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാനുള്ള ഉൾവിളി പൗരോഹിത്യത്തിലേക്കുള്ള വിളി എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ എൻ്റെ പഠനം മുന്നോട്ട് പോകും തോറും, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴൊക്കെ ആ വിളി വിശുദ്ധ കുർബാനയോടും ദേവാലയത്തോടും അതോടൊപ്പം തന്നെ ദേവാലയ കാര്യങ്ങളോടുമുള്ള താല്പര്യം, പൗരോഹിത്യത്തിലേക്ക് ദൈവം എന്നെ വിളിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് ചുങ്കത്തച്ഛൻ വികാരിയായിരിക്കുമ്പോഴാണ് പൗരോഹിത്യ പരിശീലനത്തിന് എന്നെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രോത്സാഹനം അന്ന് കാലഘട്ടത്തിൽ സെമിനാരിയിൽ ചേരുവാനായിട്ട് കുറേയേറെ സഹായിച്ചിരുന്നു. തുടർന്ന് വന്ന ബഹുമാനപ്പെട്ട ആൻ്റണി മഞ്ഞളിയച്ചൻ്റെ സമയത്താണ് ഞാൻ സെമിനാരിയിൽ ചേരുക.
യഥാർത്ഥത്തിൽ ഈശോയെ എനിക്ക് ഇഷ്ടമായിരുന്നു. വിശുദ്ധ കുർബാനയോട് വലിയ താല്പര്യവും ഭക്തിയുമായിരുന്നു. ഈ താല്പര്യവും ഭക്തിയുമാണ് കാലക്രമേണ പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുമായിരുന്നു. ആ കുടുംബ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് എല്ലാ നമസ്കാരങ്ങളും ഞാൻ ചൊല്ലുമായിരുന്നു. ഞാൻ എൻ്റെ മൈനസ് സെമിനാരി തൃശ്ശൂരാണ് നടത്തിയത്. അന്ന് ഇരിങ്ങാലക്കുട രൂപത തിരിഞ്ഞിട്ടില്ല. 1976 ഞാൻ സെമിനാരിയിൽ ചേരുക. തൃശ്ശൂർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് എന്നെ ഇൻ്റർവ്യൂ നടത്തിയത്. അന്ന് പിതാവ് ചോദിച്ച ചോദ്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എന്തിനാണ് മോനെ പൗരോഹിത്യത്തിലേക്ക് നീ ആഗ്രഹിച്ചു വരുന്നത്? ഞാനന്ന് പറഞ്ഞ ഉത്തരം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാനാണ് ഞാൻ. അത് കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി ഞാൻ അച്ഛനാകുന്നു. പിതാവ് എന്നെ സെലക്ട് ചെയ്തു. ഞാൻ 76 സെമിനാരിയിൽ ചേർന്നു. അന്ന് വിശുദ്ധനായി ജീവിതം നയിച്ച മരിച്ച മോൺസിനോർ ആൻ്റണി മാളികച്ചനാണ് ഞാൻ ഡയറക്ടറായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക ഞങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമായിരുന്നു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട്. 3 വർഷമാണ് തൃശ്ശൂർ തോപ്പ് സെമിനാരിയിൽ പഠിച്ചത്. അന്നത്തെ സുഹൃത്തുക്കൾ തൃശ്ശൂർ, പാലക്കാട്, ഇരിങ്ങാലക്കുട രൂപതയിൽ സുദീർഘമായിട്ടുള്ള അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട്. വളരെ ചുരുക്കം ചിലർ നോർത്ത് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചു പേര് പൗരോഹിത്യത്തേക്കുള്ള വിളി അല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ തലങ്ങളിൽ നല്ല സേവനം കാഴ്ചവെക്കുന്നുണ്ട്. പൗരോഹിത്യത്തിലേക്ക് ദൈവം എന്നെ വിളിച്ചു. വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ താല്പര്യവും സെമിനാരി പരിശീലനത്തിലും കൂടുതൽ വർദ്ധിച്ചു വന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ചിലപ്പോൾ 1, 2 അതുപോലെ തന്നെ 3 വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടെങ്കിൽ 3ലും പങ്കെടുക്കാനായിട്ട് ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം വിശുദ്ധ കുർബാനയിലൂടെ കൂടുതൽ ശക്തി എനിക്ക് നേടാനായിട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ സെമിനാരി പരിശീലനം കഴിഞ്ഞ് തുടർന്ന് വടവാതൂർ സെമിനാരിയിലാണ് എൻ്റെ മേജർ സെമിനാരി പഠനം തുടരുന്നത്. അന്ന് മലബാർ മിഷണറി ബ്രദേഴ്സിൻ്റെ സ്ഥാപകനും കൂടിയായിരുന്ന മോൺസിന്യൂർ സക്രിയാസ് വാഴപ്പള്ളിയച്ഛനാണ് ഞങ്ങളുടെ ഡയറക്ടറായിരുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തി, ഒരുപാട് നേരം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി. അതായിരുന്നു ആ റെക്ടറച്ചൻ്റെ ജീവിതം. അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ വന്നതിൻ്റെ വെളിച്ചത്തിൽ തിരിച്ച് രൂപതയിലേക്ക് പോയി. പിന്നീട് ജോസഫ് കോയിക്കുടിയച്ഛനായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ. ഫിലോസഫി 3 വർഷക്കാലം വളരെ സന്തോഷത്തോടു കൂടെ പഠിക്കാനായിട്ട് കഴിഞ്ഞു.
ഞാൻ എൻ്റെ പഠന കാര്യങ്ങളിൽ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. ഫിലോസഫിയിലേക്ക് കിടക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ മികവ് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് തിയോളജിയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ മികവിലേക്ക് എത്താനായിട്ട് എനിക്ക് കഴിഞ്ഞത്. എൻ്റെ സ്കൂൾ പഠന കാലഘട്ടത്തിലും സെമിനാരി പഠന കാലഘട്ടത്തിലും ഞാൻ സാധാരണ വിദ്യാർത്ഥിയായിട്ടാണ് എൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കിയത്. ഫിലോസഫിയിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ പഠിക്കാനുള്ള താല്പര്യവും തീഷ്ണതയും എന്നിലേക്ക് കടന്നു വന്നു. അത് പൗരോഹിത്യത്തിലേക്ക് കൂടുതൽ എന്നെ അടുപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തിയോളജി വന്നപ്പോൾ കൂടുതൽ പഠിക്കാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനും എന്നെ പ്രേരിപ്പിച്ചത്. 3 വർഷത്തെ ഫിലോസഫി പഠനം പൂർത്തിയാക്കി. അന്ന് കാലഘട്ടത്തിൽ റീജൻസി പ്രായോഗിക പരിശീലനം ഇല്ലായിരുന്നു. 3 വർഷത്തെ ഫിലോസഫി പഠനം കഴിഞ്ഞ് സഭാ വസ്ത്രം സ്വീകരിച്ച്, വൈദിക വസ്ത്രം സ്വീകരിച്ച് ഞാൻ തിയോളജി പഠനം തുടരുകയാണ് ചെയ്തത്. 4 വർഷത്തെ ദൈവശാസ്ത്ര പഠനം. എനിക്ക് വലിയ സന്തോഷമായിരുന്നു ദൈവശാസ്ത്ര പഠനം. എൻ്റെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യവും അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള കൂടുതൽ ആഗ്രഹവും ഈ ദൈവശാസ്ത്ര പഠന കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് കോയിക്കുടിയച്ചൻ തന്നെയായിരുന്നു റെക്ടർ. 4 വർഷത്തെ തിയോളജി പഠനം ആ കാലഘട്ടത്തിൽ അജപാലന പരിശീലനത്തിനായിട്ട് ആ ഭാഗത്തുള്ള പള്ളികളിൽ പോകുക പതിവായിരുന്നു. 1-ാം വർഷത്തിൽ കുമരകത്തുള്ള ഇടവപ്പള്ളിയിലാണ് അജപാലന പരിശീലനത്തിനായിട്ട് പോയത്. പിന്നീടുള്ള വർഷത്തിൽ വെട്ടിമുകൾ ഇടവകയിൽ, ചങ്ങനാശ്ശേരി രൂപതയിലുള്ള വെട്ടിമുകൾ ഇടവയിലായി. പിന്നത്തെ വർഷത്തിൽ ചങ്ങനാശ്ശേരി രൂപതയിലുള്ള കിളിരൂർ ഇടവകയിലാണ് അജപാലന പരിശീലനത്തിനായിട്ട് പോയത്. അവിടെയൊക്കെ ചെന്നപ്പോൾ വേദപാഠം പഠിപ്പിക്കുക മാത്രമല്ല, എനിക്ക് ഡീക്കനായിരുന്നപ്പോൾ സുവിശേഷം പ്രസംഗിക്കാനും മറ്റവസരങ്ങളിൽ വിവിധ സംഘടനകൾക്ക് ആവശ്യമായിട്ടുള്ള അനിമേഷൻ കൊടുക്കാനുമൊക്കെ സഹായിച്ചു. വടവാതൂർ കോട്ടയം സെമിനാരിയിലെ 4 വർഷത്തെ ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിച്ച് 1985 ഡിസംബർ 28-നാണ് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളിൻ്റെ ദിനത്തിലാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അജപാലന ദൗത്യം നിർവഹിക്കുവാൻ ദൈവം തന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണെന്നുള്ള തിരിച്ചറിവ് തുടർന്നുള്ള ജീവിത മേഖലകളിൽ വിജയിക്കുവാൻ കാരണമായി. നവവൈദിക കാലഘട്ടത്തിലും ഉപരിപഠനത്തിന് വിദേശത്തേക്ക് അയക്കപ്പെട്ടപ്പോഴും ദൈവം നടത്തിയ വഴികൾ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ഓർത്തെടുക്കുന്നു. അടുത്തയാഴ്ചയിൽ ഇതിനായി നമുക്ക് കാത്തിരിക്കാം.